ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഹോണറ്റ് വണ്ടി ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി കയറ്റിയതാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ എഞ്ചിൻ സൈഡ് ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയം തന്നെ ചെയിൻ നല്ല രീതിയിൽ സ്ലിപ്പായി പോവാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ സ്പോക്കറ്റിൻ്റെ അവസ്ഥയാണത് നല്ല രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് സെറ്റപ്പാടിയാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ സെറ്റപ്പാടി നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ എൻജിൻ സൈഡ് ലീക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ മാത്രമാണ് ഒരു ലീക്കിൻ്റെ ഒരു ലക്ഷണം കാണുന്നുള്ളൂ. അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്യാസ്കറ്റിൻ്റെ ആണത്. പ്രശ്നമുള്ള കേസല്ല, വേണമെങ്കിൽ നമുക്ക് അതൊന്ന് അഴിച്ചിട്ട് ഒന്ന് ആ ഉള്ളിൽ തന്നെ ഒരു പാക്കിംഗ് ഉണ്ട്, അതൊന്ന് മാറ്റി വേണമെങ്കിൽ ഇടാം. പക്ഷെ അതിനുള്ള പ്രശ്നമൊന്നുമില്ല, അതൊന്നും ഒരു പ്രോബ്ലം ഉള്ള കേസൊന്നും അല്ല കേട്ടോ. പിന്നെ ബ്രേക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് ചെക്ക് ചെയ്തു. ബാക്കിലത്തെ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് അല്ല, കാരണം ഈ മാസ്റ്റർ സെറ്റ് ഫുള്ള് ടൈറ്റാണ്, നല്ല രീതിയിൽ ടൈറ്റാണ്. അതൊരു കല്ലപ്പ് രീതി, അതായത് ഇപ്പോൾ ബ്രേക്ക് കിട്ടും, നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഈ മാസ്റ്റർ യൂണിറ്റ് ഒഴിച്ച് ക്ലീൻ ചെയ്യണം, അതേപോലെ തന്നെ ഈ കാലിപ്പർ ബ്രാക്കറ്റ് ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്താലാണ് ആ ഭാഗം റെഡി ആവുള്ളൂ. അപ്പോൾ അതൊരല്പം താമസം പിടിക്കുന്ന പണിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ തീർന്നു എന്ന് വരില്ല, കാരണം വണ്ടി ഇപ്പോൾ കയറിയേക്കണത് തന്നെ കുറച്ച് ലേറ്റായിട്ട് കയറിയാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് നോക്കാം, പരമാവധി ചെയ്യാൻ പറ്റി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാരണം അതൊരല്പം താമസം വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ, അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.